കിട്ടിയിട്ടുണ്ട് കണ്ടായെങ്കിൽ ആ മനുഷ്യ ഒരിക്കലും വിജയിക്കുക സാധ്യമില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ഒരു മനുഷ്യനിക്ക് 5 ജാഗത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇല്ലാണ്ട് കണ്ടായെങ്കിൽ ആ മനുഷ്യൻ വിജയിക്കുകയെ സാധ്യമില്ല. ഒന്ന്, മലക്കുൽ മൗത്ത് അസ്റാഹീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യരെ റൂഹ് പിടിക്കുന്ന അവസരത്തിൽ റൂഹ് പിടിക്കലേക്ക് വന്നല്ലോ. ആ മനുഷ്യരെ അവസാനത്തെ പലക ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്നുണ്ടായെങ്കിൽ ഒരു മനുഷ്യ അവസാനത്തെ പലക ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓൺ സ്വർഗത്തിൽ കടന്നുണ്ടായിരിക്കും. അപ്പൊ ആ മനുഷ്യ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്നുണ്ട് കണ്ടിട്ടുണ്ടായെങ്കിൽ ആ മനുഷ്യക്ക് അല്ലാഹുവിന്റെ റഹ്മത്തില്ലാണ്ട് അവന് ഉച്ചരിക്കുക സാധ്യമേ ഇല്ലാണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമത്തത്, ആ മനുഷ്യൻ മരിച്ചതിന് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ മരിച്ചതിൽ പിന്നെ കബറുക്ക് ആ മനുഷ്യരെ ഇങ്ങനെ കബറുക്ക് താത്തുമ്പോൾ ആ കബറിന്തോടും അപ്പുറത്തും ഇപ്പുറത്തും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 2 ഭാഗവും ഇങ്ങനെ ടൈറ്റോടും. അങ്ങനെ ആ കബർ വിശാലമാവണുണ്ടായെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തില്ലാണ്ട് ആ കബർ വിശാലമാവുക സാധ്യമില്ലാണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സഈദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന അവസരത്തിൽ അള്ളാഹുവിന്റെ അർശ് പോലും ഘടഘട ഇങ്ങനെ പേർന്നിട്ടുണ്ടെങ്കിൽ മഹാനായ സഈദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ജനാസ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൽ ഇങ്ങനെ താത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കൊടിക്കാൻ ഇങ്ങനെ നിന്നിട്ടടിക്കര് ആ ജനാസ ഇങ്ങനെ താത്തര്. കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധമാകപ്പെട്ട അള്ളാഹുവിന്റെ മലായിക്കന്മാർ അവിടെ നിറഞ്ഞു കിടന്നിട്ടടിക്കര്. അതുകൊണ്ടായിരിക്കും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കൊടിക്കാൻ ഇങ്ങനെ നിന്നിട്ട് ജനാസ ഇങ്ങനെ താത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേൾക്കട നബിയെ എന്തികെ ഡിക്രീഡിങ് അത്ര ജാഗയിൽ നിന്നിട്ടും ഇങ്ങനെ കൊടിക്കാൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ജനാസ ഇങ്ങനെ താത്തരും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, സഈദ് റളിയല്ലാഹു അൻഹു ജനാസ ഇങ്ങനെ താത്തുമ്പോ ചൊന്ന ഒരുപാട് മലായിക്കന്മാർ അവിടെ നിറഞ്ഞു കിടന്നിട്ട് അതുകൊണ്ട് എനിക്ക് ഒരെണിക്ക് ജാഗയിലായിട്ട് ഇങ്ങനെ കൊടിക്കാൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ താത്തിരായിട്ട്. അപ്പോ ജനാസിനെ താത്തിൽ പിന്നെ സഈദ് റളിയല്ലാഹു അൻഹു ജനാസിനെ താത്തിൽ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും 2 ഭാഗത്തും ഖബർ ഇങ്ങനെ ടൈറ്റോടും. സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊന്നൽ പിന്നെ അങ്ങനെ ഖബർ ഇങ്ങനെ വിശാലമായിട്ട്. അപ്പോ അള്ളാഹുവിന്റെ റഹ്മത്തില്ലാണ്ട് ഒരു മനുഷ്യരെ ഖബറും അവിടെ വിശാലമാകും സാധ്യമില്ലാണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ മൂന്നാമത്തെ ജാഗണിക്ക് മനുഷ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അവസാനം വന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലെ എല്ലാ ഉമ്മത്തികളും ഖബറുടെ എഞ്ചിട്ട് ഇങ്ങനെ മഹ്ശറത്തേക്ക് വണ്ടാറും. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊതിയൽ പിന്നെ എല്ലാ ആൽമാരും ഖബറുടെ എഞ്ചിട്ട് മഹ്ശറത്തേക്ക് പോണ്ടാറ്. കാരണം അവിടെ വിചാരണയ്ക്ക് അവസരം എടുക്കരുത്. ആ വിചാരണത്തെ അവസരത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തില്ലാണ്ട് ഒരു മനുഷ്യൻ വിജയിക്കുക സാധ്യമില്ല. ഇനി നാലാമത്തത് ഞങ്ങൾ സുബൈക്ക് എനിക്ക് പിടിച്ചിട്ട് ജാവു പറഞ്ഞിടത്തോളം ഒരു മനുഷ്യൻ നല്ല കാര്യമാക്കരുത്. 5 വക്ത നിസ്കരിക്കരുത്, നോമ്പ് നോക്കരുത്, സകാത്ത് കൊടുക്കരുത്, സദഖ കൊടുക്കരുത്, എല്ലാ നല്ല കാര്യമാക്കരുതും ഒരു മലക്ക് ഇങ്ങനെ എഴുതിണ്ടായെങ്കിൽ അതേ ഇപ്പുറത്ത് ಬೆಳಗ್ಗೆ ಕಾರ್ಯ ಹಾಕಿರೋದು, ತಿಮ್ಮ ಕಾರ್ಯ ಹಾಕಿರೋದು, ಮೋಸಪೆಟ್ಟ ಕಾರ್ಯ ಹಾಕಿರೋದು, ಈಗ ಗೀಬತ್ ಚೊಳ್ಳೋದು, ನಮೀಮತ್ ಚೊಳ್ಳೋದು, ಕನವು ಚೊಳ್ಳೋದು, ഇങ്ങനെ മോശപ്പെട്ട വേണ്ടത്തെ എല്ലാ കാര്യങ്ങളാക്കുന്നതും ഇപ്പുറത്തെ മലക്കും മേൽതരും. അങ്ങനെ 2 മലക്കും ഞങ്ങളെ എല്ലാ ഓരോ അമലും ഞങ്ങളെ ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോ നാളെ മഹ്ശറത്തിൽ ആ തന്നെ റെക്കോർഡ് ഞങ്ങളെ ഇങ്ങനെ ഓതുമാട്ടുമ്പോ ആ കിതാബിനെ നമുക്ക് ബന്ധ കയ്യിൽ കിട്ടാനുണ്ടായെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തില്ലാണ്ട് ഒരു മനുഷ്യക്കും ആ കിതാബ് നമുക്ക് ബന്ധ കയ്യിൽ കിട്ടാൻ സാധ്യമില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. ആ കിതാബ് നാളെ ഞങ്ങൾക്ക് ബൽത്തങ്ങളിൽ കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാസ്റ്റ് ഡിഗ്രി അല്ലാഹുവിന്റെ റഹ്മത്തില്ലാണ്ട് ഒരു മനുഷ്യനും സ്വർഗ്ഗത്തേക്ക് പോകാൻ സാധ്യമില്ല. അല്ലാഹു ഞങ്ങൾ എല്ലാവരും സ്വർഗ്ഗത്തിന്റെ അവകാശികൾ കൂട്ടി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിൽ അന്തസ്സിൽ ജീവിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന അവസരത്ത് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ പിടിച്ചതായ നോമും കൊടുത്തതായ സദഖവും ദാനധർമ്മങ്ങളും അല്ലാഹു ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.